എല്ലാവർക്കും ഒന്നും രണ്ടും കൊടുത്ത ശേഷം കേരളത്തിനെ പരിഗണിക്കാതെ ഇനി എപ്പോഴെങ്കിലും പരിഗണിച്ചിരുന്ന കാര്യമിരിക്കുന്നത്. പരിഗണിക്കേണ്ട സമയത്ത് പരിഗണിക്കണ്ടേ? ആരോഗ്യരംഗത്ത് ലോകത്തിന് മാതൃകയായിട്ടുള്ള കേരളത്തിനോട് ഒരു എന്താ പറയുക, ഒരു മര്യാദ കാണിക്കാൻ, ആദരവൊന്നും കാണിക്കണ്ട, ബഹുമാനമൊന്നും കാണിക്കണ്ട, ഒരു മര്യാദ കാണിക്കാൻ AMS പ്രഖ്യാപിക്കണ്ടേ? നിങ്ങൾ ആരെങ്കിലും അദ്ദേഹത്തിനോട് ചോദിച്ചോ? അത് കഴിഞ്ഞ് രണ്ടും കഴിഞ്ഞ് മൂന്നാമത്തെ ബജറ്റ് വന്നു, എവിടെ ടൂറിസം സർക്യൂട്ട്? ഈ ബജറ്റിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ 2020 എയിംസുമായിട്ട് ബന്ധപ്പെട്ടൊരു പ്രശ്നത്തിനകത്ത് ജോൺ ബ്രിട്ടാസ് അന്നൊരു പ്രതികരണം നടത്തി. അത് ഇന്നലെ മാധ്യമപ്രവർത്തകർ സുരേഷ് ഗോപിയോട് ചോദിച്ചിരുന്നു. 2026 എയിംസ് വരുമെന്നല്ലല്ലോ പറഞ്ഞത്, ഇനി അങ്ങോട്ടും വർഷങ്ങളുണ്ടല്ലോ, അപ്പം വരുമെന്നാണ്. ഇപ്പോഴും ആ നിലപാടിൽ തന്നെയാണ് സുരേഷ് ഗോപി ഉറച്ചു നിൽക്കുന്നത്. ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസിന് വേണ്ടിയുള്ള ആവശ്യം നമ്മൾ ഉയർത്തിയിട്ട് 1.5 പതിറ്റാണ്ടായി. 22 ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിലുണ്ട്. പ്രധാനപ്പെട്ട സംസ്ഥാനങ്ങൾക്കൊക്കെ ഒരു AMS നിർബന്ധമാണെന്ന് അന്ന് AMS സംബന്ധിച്ചുള്ള നയം പാർലമെൻറ്റിൽ പ്രഖ്യാപിച്ചപ്പോൾ അന്നത്തെ മന്ത്രി പറഞ്ഞതാണ്. ചില സംസ്ഥാനങ്ങൾക്ക് 2 AMS കൊടുത്തു. കേരളത്തിന് ഇതുവരെ ഒരു ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് നൽകാൻ തയ്യാറായില്ല. ഇനിയിപ്പോൾ സുരേഷ് ഗോപി പറഞ്ഞ വെച്ചാൽ 2026 കൊണ്ട് നമ്മുടെ എന്താ പറയേണ്ടത്, നമ്മുടെ ലോകം അവസാനിക്കത്തില്ല. ലോകാവസാനമല്ലെന്നല്ലേ പറയുന്നത്? 2026 വരുമെന്ന് ആരും പറഞ്ഞിട്ടില്ലല്ലോ. ഞാൻ ചോദിക്കുന്നത് വെച്ചാൽ മറ്റ് സംസ്ഥാനങ്ങൾക്ക് കിട്ടുന്നത് പോലെ കിട്ടാനുള്ളൊരു അർഹത കേരളത്തിനില്ലേ? ഇനി എല്ലാവർക്കും കിട്ടി, 1, 2, 3 കിട്ടിയ ശേഷം എപ്പോഴെങ്കിലും കിട്ടിയാൽ മതിയോ? അതല്ലേ ചോദ്യം. 2026 ലോകാവസാനമാണെന്ന് ആരും പറഞ്ഞിട്ടില്ല. അത് മൂപ്പർ കണ്ടെത്തിയത്. അത് ഞങ്ങളാരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? പക്ഷേങ്കിൽ എല്ലാവർക്കും 1, 2 കൊടുത്ത ശേഷം കേരളത്തിനെ പരിഗണിക്കാതെ ഇനി എപ്പോഴെങ്കിലും പരിഗണിച്ചിരുന്ന കാര്യമിരിക്കുന്നത്. പരിഗണിക്കേണ്ട സമയത്ത് പരിഗണിക്കണ്ടേ? ആരോഗ്യരംഗത്ത് ലോകത്തിന് മാതൃകയായിട്ടുള്ള കേരളത്തിനോട് ഒരു എന്താ പറയുക, ഒരു മര്യാദ കാണിക്കാൻ, ആദരവൊന്നും കാണിക്കണ്ട, ബഹുമാനമൊന്നും കാണിക്കണ്ട, ഒരു മര്യാദ കാണിക്കാൻ AMS പ്രഖ്യാപിക്കണ്ടേ? പാർലമെൻറ്റിൻ്റെ നടപടിക്രമങ്ങൾ നിരീക്ഷിച്ചു കഴിഞ്ഞാൽ എത്ര തവണ ആരോഗ്യമന്ത്രി തന്നെ പറഞ്ഞു ഇതാ ഇപ്പം എന്ന് പറഞ്ഞില്ലേ? പക്ഷേ സുരേഷ് ഗോപി അത് ഏറ്റെടുത്തിട്ട് എവിടെ വേണം, അതിൻ്റെ ബിൽഡിങ്ങിൻ്റെ ആർക്കിടെക്ചർ പോലും പുള്ളി തീരുമാനിച്ചിരുന്നില്ലേ? അതിൻ്റെ ഘടന എങ്ങനെയായിരിക്കണം, അതിൻ്റെ പെയിൻറ്റ് എന്തായിരിക്കണമെന്ന് പോലും പുള്ളി പറഞ്ഞെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇനി അതാ കേരളത്തിൽ വരാൻ പോകുന്ന ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസിൻ്റെ മുകളിൽ അടിക്കേണ്ട ചായം എന്താണ്, പെയിൻറ്റ് എന്താണെന്ന് പോലും. അപ്പോൾ ഇനി അദ്ദേഹം പറയുകയാണ്. ഇത് തന്നെയാണ് എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. 2 വർഷം മുമ്പ് അദ്ദേഹം ടൂറിസം സർക്യൂട്ടുകളെക്കുറിച്ച് പറഞ്ഞ സമയത്ത് ഞാനന്ന് പാർലമെൻറ്റിൽ പറഞ്ഞിരുന്നു, ഈ സുരേഷ് ഗോപി കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം പ്രത്യേകിച്ച് തൃശ്ശൂരുകാരോട് ടൂറിസം സർക്യൂട്ട് വാഗ്ദാനം ചെയ്തിട്ടാണ് ഇവിടെ വന്നിരിക്കുന്നത്. അല്ലയോ ധനമന്ത്രി, നിങ്ങൾ പല ടൂറിസം സർക്യൂട്ടുകളും അയൽ സംസ്ഥാനങ്ങളിൽ പോലും പ്രഖ്യാപിച്ചു, ഒരു ടൂറിസം സർക്യൂട്ടെങ്കിലും കേരളത്തിൽ പ്രഖ്യാപിക്കണ്ടേ എന്ന് ചോദിച്ചു. അന്ന് അദ്ദേഹം സഭയിൽ എഴുന്നേറ്റ് എന്ന് പറഞ്ഞെന്താ വെച്ചാൽ, ഇത് ഇടക്കാല ബജറ്റാണ്, 6 മാസം കഴിഞ്ഞ് ബജറ്റ് വരും, അപ്പോൾ ടൂറിസം സർക്യൂട്ട് ഉണ്ടാവുന്നു. നിങ്ങൾ ആരെങ്കിലും അദ്ദേഹത്തിനോട് ചോദിച്ചോ? അത് കഴിഞ്ഞ് രണ്ടും കഴിഞ്ഞ് മൂന്നാമത്തെ ബജറ്റ് വന്നു, എവിടെ ടൂറിസം സർക്യൂട്ട്? ആരും ചോദിച്ചിട്ടില്ല. അപ്പോൾ അദ്ദേഹം പറയുന്ന കാര്യങ്ങളിൽ എന്തെങ്കിലും കഴമ്പുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ട് പരിശോധിച്ചാൽ മനസ്സിലാകുന്ന കാര്യമാണ്. പിന്നെ അദ്ദേഹത്തിനൊന്ന് നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് അദ്ദേഹം ഇങ്ങനെയൊക്കെ 2026 ഒക്കെ പറയുന്നുണ്ടാവും. എനിക്ക് അദ്ദേഹത്തോട് സത്യം പറഞ്ഞാൽ ഒരു അനുതാപം മാത്രമാണ്. അദ്ദേഹത്തെ കൊണ്ട് ഇവിടെയുള്ള ആൾക്കാരിങ്ങനെ വേഷം കെട്ടുകയാണ് ഈ BJP-ക്കാർ. അതല്ലെങ്കിൽ ആ പാവപ്പെട്ട മനുഷ്യന് ഇതുപോലെ വേഷം കെട്ടിക്കേണ്ട വല്ല ആവശ്യമുണ്ടോ?